ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ബോക്സ് കാണിച്ചിട്ട് അതിനകത്ത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? എൻ്റെ പുതിയ ക്യാമറ DJI Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. അടിപൊളിയാണ് കേട്ടാ. ഞാൻ കുറേ നാളായി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു 4-5 മാസമായി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി വ്ളോഗിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണത്. ഇതിപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് US നിന്ന് വന്നപ്പോൾ ആളോട് പറഞ്ഞിട്ട് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു പാക്ക്. പിന്നെ അടുത്ത പാക്ക് ഒരു അഡീഷണൽ മൈക്രോഫോൺ. ഇതിൻ്റെ കൂടെ ഒരു മൈക്രോഫോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ചില ഇൻ്റർവ്യൂസൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതും കൂടെ വാങ്ങി. ഇത് നമ്മൾ US നിന്ന് എടുത്തപ്പോൾ ഇതിൻ്റെ പ്രൈസ് 62 സംതിങ് ആണ്. 62,000 ചില്ലാൻ രൂപയാണ്. അതുപോലെ ഈ അഡീഷണൽ മൈക്രോഫോണിന് 18,000 രൂപ. ടോട്ടൽ ഒരു 79,000 രൂപയാണ് അവിടെ നിന്ന് എടുത്തപ്പോൾ ആയത്. എനിക്ക് തോന്നുന്നൊരു 20,000 രൂപയോളം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് വ്യാപകമായിട്ട് ഇവിടെ ഇറങ്ങാത്തത് കൊണ്ട് അധികം ആളുകൾക്ക് കിട്ടിയിട്ടില്ല. എന്നാലും യൂട്യൂബിലൊക്കെ ഇതിൻ്റെ റിവ്യൂസ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ നമുക്ക് 4K റെസൊല്യൂഷനിലൊക്കെയുള്ള നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. നല്ലൊരു പാക്കിലാണിത് വന്നിട്ടുള്ളത്. ആ ബോക്സിനകത്ത് ക്യാമറയുടെ എല്ലാ ആക്സസറീസും ഇതിനകത്ത് വൃത്തിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് കൊണ്ടിറക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ക്യാമറ. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്യാം. കണ്ടോ, ഇത് ഗിംബലൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രീനുണ്ട്, ചെറിയ സ്ക്രീനുണ്ട്. അത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ, ലോങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അതല്ല റീൽസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ മോഡിലിട്ടിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. അതുമ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. വീഡിയോസ് എടുക്കേണ്ട പല മോഡിലൊക്കെ ഇട്ടെടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഈ ബട്ടണിൽ തന്നെ നമുക്ക് ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാം. ക്രിയേറ്റർ കോംബോയിൽ നമുക്ക് ഇതുപോലെ ഒരു ഹാർഡ് കേസ് വരുന്നുണ്ട്. കണ്ടില്ലേ? നമുക്ക് ഈ ക്യാമറ ഇതിനകത്ത് നല്ല സേഫായിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. കണ്ട, എവിടെയും പോവില്ല, വീണൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് മറ്റേ മെയിൻ പൗച്ചിൽ വെക്കണതിന് പകരം നമുക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടി സൗകര്യത്തിന് ഇതിൽ വെക്കാം. പിന്നെ ഇതിനകത്തൊരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട് കേട്ടോ. ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ക്യാമറയുടെ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇതൊരു മാഗ്നറ്റാണ്, കണ്ട, അതവിടെ ഇരുന്നോളൂ. അതുപോലെ ഈ കേസിനകത്തും നമുക്ക് ഇതിവിടെ സൂക്ഷിച്ചിങ്ങനെ വയ്ക്കാം. ഇതിലും മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഇത് എവിടെയും വീണ് പോവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനൊരു ഹാൻഡിലുണ്ട്. നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൗകര്യത്തിന് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് കിട്ടും. ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിൽ ഇൻബിൽട്ടായിട്ട് ബാറ്ററി ഉണ്ട്. അത് തീരുമ്പോൾ നമുക്ക് ഈ അഡീഷണൽ ബാറ്ററി, അത് ഈ ക്രിയേറ്റർ കോംബോയിലാണ് അഡീഷണൽ ബാറ്ററി വരുന്നത്. അപ്പോൾ ഈ അഡീഷണൽ ബാറ്ററി നമുക്ക് ഇവിടെ ഇതുപോലെ ഫിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ട്രൈപോഡ്, ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കുഞ്ഞൻ ട്രൈപോഡ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ബാറ്ററി ഊരി വയ്ക്കാം. പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഒരു അഡീഷണൽ മൈക്രോഫോണാണ്. ഇതാണ്. അപ്പോൾ ഈ ക്യാമറയുടെ കൂടെ ഈ പൗച്ചിലും ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ അഡീഷണൽ വാങ്ങിയെന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ തന്നെ ക്യാമറയായിട്ട് കണക്റ്റ് ആവും കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിലൊരു ഇങ്ങനൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. ഇതുമ്മ നല്ല പവർഫുള്ളായിട്ടുള്ള മാഗ്നറ്റാണ് കേട്ടോ. എടുക്കാത്തൊരു പ്രയാസമുണ്ട്. ഈ മാഗ്നറ്റ് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് അകത്തെവിടെയെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് ഈ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. നല്ല പവർഫുള്ളായിട്ടുള്ള മാഗ്നറ്റാണ്. ഇതും എവിടെയും പോവില്ല, ഇങ്ങനെ ഉറച്ചിരുന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി.
അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും കുറച്ചൊക്കെ റിവ്യൂസൊക്കെ നോക്കി പഠിച്ച് നമുക്ക് ഈ ക്യാമറയിൽ അടുത്ത വീഡിയോസൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ക്ലാരിറ്റിയിലൊക്കെ എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.